റോഡിലേരിയ സമ്മേളന വേദി തയ്യാറാക്കിയതിനെ വീണ്ടും ന്യായീകരിച്ച് CPM PB അംഗം എ വിജയരാഘവൻ. CPM സമരം നടത്തിയാൽ സഹിക്കാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട്. പ്രകടനം റോഡിലൂടെ നടത്തേണ്ട എന്നാണ് അവർ പറയുന്നത്. മലയിൽ പോയി പ്രകടനം നടത്താൻ പറ്റുമോ എന്നും എ വിജയരാഘവൻ ചോദിച്ചു. സമരമില്ലാത്ത നാടില്ല. ഇപ്പൊ നമ്മളിവിടെ ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ വയ്യാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സഹിച്ചൂടാ, അയ്യോ സമരം പ്രകടനം പ്രകടനം നടത്താം, റോട്ടിൽ കൂടി നടത്തണ്ട, മലയിൽ കൂടി നടത്താൻ എന്നാണ്. മലയിൽ പോയിട്ട് ആരെങ്കിലും പോകണം നടത്തുന്നത്. പാർലമെന്റിലേക്ക് പോകാൻ വയ്യ, കാരണം ഇതൊക്കെ കോടീശ്വരന്മാർ കൈവശപ്പെടുത്തി. ഇന്ത്യൻ പാർലമെന്റൊക്കെ കോടീശ്വരന്മാർക്കുള്ളതാണ്. അപ്പൊ നമുക്ക് റോട്ടിൽ ഒരു പ്രകടനമെങ്കിലും നടത്തണം എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞവരും പിടിക്കും വരും. ഈ തെരുവെങ്കിലും വിട്ടു തരൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഈ തെരുവ് അതിന് കാശ് കൊടുക്കണ്ടല്ലോ. ലോകത്ത് മുഴുവൻ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ട്. അമേരിക്കയിലില്ലേ? അമേരിക്കക്കകത്ത് ഇത്രയേറെ പ്രക്ഷോഭങ്ങൾ വന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? തൊഴിലാളി പ്രക്ഷോഭങ്ങളാ. ഇംഗ്ലണ്ടിലോ റെയിൽവേ തൊഴിലാളി, മറ്റേ നഴ്സുമാര്, അങ്ങനെ കണ്ടുള്ളത്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ പ്രക്ഷോഭ സമരങ്ങളാണ്. ആ പ്രക്ഷോഭ സമരങ്ങളുടെ കരുത്തിലാണ് ഫ്രാൻസില് തെരഞ്ഞെടുപ്പിൽ തൊട്ടുമ്പ് വലതുപക്ഷം ജയിക്കുന്നു, ലീപെന്നിന്റെ പാർട്ടി യൂറോപ്യൻ പാർലമെന്റിലേക്ക്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 5-4% ജനങ്ങളുടെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം. ജനം മുന്നിലേക്ക് വന്നപ്പോൾ 20% ജനങ്ങൾ വോട്ട് കിട്ടിയില്ലേ? ഒന്നാമത്തെ പാർട്ടിയായില്ലേ? 4 പ്രധാനമന്ത്രിമാരിപ്പോ വെച്ചിരിക്കുക, ഭൂരിപക്ഷം ഇല്ലാത്തവരെ. അവിടുത്തെ പ്രസിഡന്റ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കമ്മ്യൂണിസ്റ്റുകാരാ, ഇടതുപക്ഷക്കാരാ. വിളിച്ചിട്ടില്ല, അത് വേറെ.